പല നിറത്തിലും പല ടെക്സ്ചറിലും ഉള്ള ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വേർഷനിലുള്ള ഫ്രൂട്ട് സാലഡ് റെസിപ്പി കാണാം. ഞാൻ മഹിമാസ് സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമുക്കിപ്പോൾ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പൈനാപ്പിൾ ഒത്തിരി ഉള്ളതുകൊണ്ട് പൈനാപ്പിൾ നമുക്ക് ആദ്യം സ്റ്റൂ ചെയ്തെടുക്കണം. പൈനാപ്പിൾ ഫ്രഷ് ആയിട്ടും ഇടാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും സ്റ്റൂ ചെയ്തിട്ടാണ്. പൈനാപ്പിൾ മാത്രം ഒന്ന് കുക്ക് ചെയ്തിട്ടിരുന്നതാണ് ഇഷ്ടം. നല്ല പുളിയുള്ള പൈനാപ്പിളാണ്. നന്നായിട്ട് മധുരം ചേർക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്തിട്ടുള്ളൂ. പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പൈനാപ്പിൾ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്രാമ്പൂവിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 1-2 ഗ്രാമ്പൂ ചേർത്ത് സ്റ്റൂ ചെയ്തെടുക്കാം. വെള്ളമൊക്കെ ഡ്രൈ ആയി ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിന് കൂളാവാനായിട്ട് വെക്കുക. എപ്പോഴും സ്റ്റൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാരമലായി പോവില്ല. വെള്ളം പറ്റി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ ഷുഗർ കാരമലൈസ് ആയി തുടങ്ങും. അത് ആവരുത്. അതിന് മുമ്പായിട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം കൂളാവാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇന്ന് ഫ്രൂട്ട് സാലഡോടെ ഞാൻ സെർവ് ചെയ്യുന്നത് കസ്റ്റേർഡാണ്. അപ്പോൾ നമുക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ എഗ്ഗ് ഉപയോഗിച്ചിട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കും, എഗ്ഗ് ഇല്ലാണ്ട് ഉണ്ടാക്കും. ഇന്ന് എഗ്ഗ് ഉപയോഗിച്ചിട്ടുള്ളൊരു കസ്റ്റേർഡാണ് ചെയ്യുന്നത്. നമുക്ക് 3 മുട്ടയാണ് വേണ്ടത്. ഞാൻ 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് വൈറ്റ് ഒരു ബൗളിലേക്ക് സെപ്പറേറ്റ് ചെയ്യുക. എഗ് യോക്ക് നമുക്ക് ഈ സോസ് പാനിലേക്ക് ഇടാം. എഗ് വൈറ്റും ചേർത്ത് നമ്മൾ കസ്റ്റേർഡ് ഉണ്ടാക്കും. അത് വേറൊരു ടെക്സ്ചറാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എഗ് യോക്സ് തന്നെ ഉപയോഗിച്ചിട്ടുള്ള കസ്റ്റേർഡാണ്. എഗ് വൈറ്റ് നമുക്ക് ആവശ്യമില്ല, അത് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ മുട്ടയുടെ ഉണ്ണിയിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലവർ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മുട്ടയുടെ ഉണ്ണി, പഞ്ചസാര, കോൺഫ്ലവർ. കസ്റ്റർഡ് ഉണ്ടാക്കുമ്പോൾ 2 രീതി ചെയ്യാം. ഒന്ന് ഇതേപോലെ ഇതിനകത്തേക്ക് പാലൂടെ ചേർത്ത് ചെറിയ തീയിൽ കുക്ക് ചെയ്യുക. അതിലും നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ മിക്സ് ചെയ്യുക. മുട്ടയുടെ ഉണ്ണി, കോൺഫ്ലവർ, ഷുഗർ എല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്യുക. പാല് ചൂടാക്കുക. ചൂടായ പാല് കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം എല്ലാം കൂടെ തിരിച്ച് വെച്ച് കുക്ക് ചെയ്താലും മതി. ഞാൻ ഇതിലേക്ക് തന്നെയാണ് പാല് ചേർക്കുന്നത്. 1/2 ലിറ്റർ പാല്. 2 കപ്പ് പാല് വരും 1/2 ലിറ്റർ എന്ന് പറയുന്നത്. ഇനി ഇത് ചൂടാക്കുക. ചൂടാകുമ്പം പിരിഞ്ഞു പോകാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പം പിരിയാതെ ചെറിയ തീയിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു ബോയിൽ വരുമ്പോഴത്തേക്ക് ഇത് തിക്കാവും. ഈ ഒരു തിക്നെസ് മതി. പിന്നെ ഓഫ് ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു ബോയിൽ വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നത് ആയോ എന്ന് അറിയാനായിട്ട് ചെക്ക് ചെയ്തത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണ് ബാക്കിലൊരു ഇതേപോലെ ഒരു വര ഇടുക. ആ വര അടയാതിരിക്കുകയാണെങ്കിൽ, ആ ലൈൻ അതേപോലെ നിൽക്കുകയാണെങ്കിൽ കസ്റ്റർഡ് ഇനഫ് തിക്കായെന്നുള്ള. കൂളാകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ തിക്കായിക്കും. ഇത് മതി. ഒരുപാട് നേരം ഇട്ട് വെട്ടി തിളയ്ക്കുകയാണെങ്കിൽ ഇത് പിരിയും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. ഇനി ഇത് ഇളക്കിക്കൊണ്ട് തന്നെ കൂളാക്കുക. കുറച്ച് നേരം ഇളക്കി വെക്കുക. ഇളക്കി അത് കൂളാക്കി എടുക്കുക. ഈ കസ്റ്റർഡ് കൂളായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇതൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ചില്ല് ചെയ്ത് വെക്കുക. നമ്മൾ അടുത്ത ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതുവരെ ചിൽഡായിട്ട് ഇരുന്നോട്ടെ. നമ്മൾ കസ്റ്റർഡ് റെഡിയാക്കി അടുത്തായിട്ട് നമുക്ക് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബോൾ എടുത്തു. അതിലേക്ക് ഉള്ള ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി സ്റ്റൂ ചെയ്ത് വെച്ചേക്കുന്ന പൈനാപ്പിൾ, ഞാൻ 2 കപ്പ് പൈനാപ്പിളാണ്, ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ഒരു ഫുൾ പൈനാപ്പിളാണ് എടുത്തിരുന്നത്. സ്റ്റൂ ചെയ്ത ഫ്രൂട്ട്സ്, ഇതിലേക്ക് 2 കപ്പ് മാങ്ങ ചോപ്പ് ചെയ്തത്, ഗ്രേപ്സ് സീഡ്ലെസ് ആണ്, 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഒന്ന് സ്ലിറ്റ് ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1നെ 2ആയിട്ട് കട്ട് ചെയ്താണ് എടുത്തേക്കുന്നത്.
മാതള നാരങ്ങ ഒരു പകുതി, കുറച്ച് നമുക്ക് സെർവ് ചെയ്യുമ്പോഴത്തേക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ഗ്രേപ്സ് വേണേലും ചേർക്കാം, മധുരമുള്ളതാണെങ്കിൽ. ഇതിപ്പോൾ നല്ല മധുരമുള്ള ഗ്രേപ്സ് ആയതുകൊണ്ട് ഞാനിതൊരു അരക്കപ്പ് ചേർക്കുന്നുണ്ട്. ഉള്ള ഫ്രൂട്ട്സുകളൊക്കെ ചേർക്കാം. ഇനി അടുത്തായിട്ട് ചേർക്കാനുള്ളത് പഴമുണ്ട്, പിന്നെ ആപ്പിൾസ് ചേർക്കാനായിട്ടുണ്ട്, കുറച്ച് ഓറഞ്ചസും ചേർക്കാനുണ്ട്. ആപ്പിളിൻ്റെ ഒക്കെ നിറം മാറുന്നുണ്ട്, ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. രണ്ട് ആപ്പിളാണ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കുന്നത്. നടുക്കത്തെ സീഡ് കിട്ടാണ്ട് കട്ട് ചെയ്യുക. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. പഴം 1-2 ചേർക്കാം. ഞാലിപ്പൂവനാണ്, ഞാലിപ്പൂവൻ പഴവും ചേർക്കാം. അതേപോലെ ഓറഞ്ച് നമ്മൾ ചേർക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയും സീഡ്സും എല്ലാം കളഞ്ഞിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 2 സൈഡ് ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ സെഗ്മെന്റ്സ് എടുക്കുക. ഇതേപോലെ സെഗ്മെന്റ്സ് എടുക്കുക. ഇതിൻ്റെ സീഡ് കളയുക. കളഞ്ഞ ശേഷം അതിനകത്തേക്ക് ഒന്ന് ചോപ്പ് ചെയ്തിടും. ഇതേപോലെ ബാക്കി ഫുൾ എടുക്കുക. ഇപ്പോൾ ഓറഞ്ചസും 2 ഓറഞ്ചാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മധുരം ചൂട വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറൊക്കെ ചേർക്കാം. മധുരം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് കുറച്ച് ഒരു 1/4 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസ് കൂടെ ചേർക്കാം. നമ്മുടെ ഫ്രൂട്ട്സ് റെഡിയാണ്, കസ്റ്റേർഡും റെഡിയാണ്. ഇനി നമുക്കിത് അസംബിൾ ചെയ്യാം. അപ്പോൾ ഡിസേർട്ട് ബൗൾസിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആദ്യം ആഡ് ചെയ്യാം. എപ്പോഴും ഇച്ചിരി ഫേമായിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കുന്നത് നല്ല. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന മാങ്ങ ഇച്ചിരി നന്നായിട്ട് പഴുത്തതായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി ഉടഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഫ്രൂട്ട്സ് ഉപയോഗിക്കുമ്പോൾ പല പല ടെക്സ്ചർ ഉള്ളതും പല കളറുള്ളതും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ആപ്പിൾ ക്രഞ്ചി ആണല്ലോ, മാങ്ങ ഇച്ചിരി സോഫ്റ്റ് ആണ്. പോമഗ്രാനേറ്റ് നമുക്കൊരു ബൈറ്റ് കിട്ടും. അങ്ങനെ പല ടെക്സ്ചറിലുള്ള ഫ്രൂട്ട്സ് എപ്പോഴും ഉപയോഗിക്കുക. ഇതിലേക്ക് കസ്റ്റർഡ് ഒഴിക്കാം. കസ്റ്റർഡിൻ്റെ കൂടെയോ ഐസ്ക്രീമിൻ്റെ കൂടെയോ വാനില ഐസ്ക്രീമിൻ്റെ കൂടെയോ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാം. വേണമെങ്കിൽ നമ്മൾ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് പോമഗ്രാനൈറ്റും കൂടെ മാതള നാരങ്ങ കുറച്ച് ഇടാം, കാണാനൊരു ഭംഗിക്ക്. നല്ലൊരു ഫ്രൂട്ട് സാലഡ് റെസിപ്പിയാണ് ഇത് ഞാൻ ഷെയർ ചെയ്തത്.
ഇവിടെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സുകൾ ഉപയോഗിച്ചല്ലോ. അത് കൂടാതെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും ഉണ്ടാക്കാം. ഇപ്പോൾ സ്ട്രോബെറി ഒക്കെ സീസൺ ആയിട്ടുള്ള സമയത്ത് സ്ട്രോബെറിയോ റാസ്ബെറിയോ അല്ലെങ്കിൽ വാട്ടർമെലനോ ഒക്കെ ഉപയോഗിക്കാം. എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ കസ്റ്റർഡ് ആയതുകൊണ്ട് തന്നെ കസ്റ്റർഡ് പൗഡർ വെച്ചിട്ടും കസ്റ്റർഡ് ഉണ്ടാക്കും. അതിനേക്കാട്ടിലും ഒരുപാട് ടേസ്റ്റ് നല്ലതാണ് ഈ രീതിയിൽ കസ്റ്റർഡ് ഉണ്ടാക്കുമ്പോൾ. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.